ഇപ്പം നമ്മൾ ഈ ഇവിടെ നെറുകയിൽ നിർത്തി പാടും, തൊണ്ടയിൽ വെച്ചിട്ട് പാടും, നെഞ്ചിൽ നിന്ന് പാടും, അടിന്ന് അപ്പോൾ ഹോളോ വോയിസോ ഒള്ള വോയിസ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉള്ള ശബ്ദങ്ങളും ഉണ്ട്. പക്ഷെ അതല്ല, എല്ലാ തലത്തിലും ശബ്ദം ചെല്ലുന്ന ആ ഒരു ശബ്ദത്തെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു മാസ്കുലിൻ ശബ്ദം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ ശബ്ദത്തിലും എല്ലാ റേഞ്ചിലും തൊട്ടുപോകുന്ന ശബ്ദങ്ങളുണ്ട്. അതിനകത്ത് വരുന്ന ഒരു വികാരം, ഇപ്പം സുശീലാമ്മയുടെ വോയിസ്, അതേപോലെ ജാനകിയമ്മയുടെ വോയിസ്, അതൊക്കെ ഓരോ പാട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോഴേ അതിൻ്റെ ആ ഒരു വികാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്ന് പറഞ്ഞ പോലെ ശബ്ദം എന്താണെന്ന് അറിയാൻ വയ്യാതെ ഒരു ബാസ് ഇങ്ങനെ കേൾക്കുമ്പം ചിലർ ഭയങ്കര ശബ്ദമെന്ന് പറയും. പക്ഷെ ബാസ് കൊടുക്കുന്ന അല്ല ശബ്ദം. അപ്പം ബാസ് വേണ്ടെന്നല്ല, പക്ഷെ ആ ശബ്ദത്തിൻ്റെ എല്ലാ ഇവിടെയും നമ്മുടെ ഇത് ചെല്ലണം, ആ കൊടുക്കുന്ന രീതി, അതാണ് ശബ്ദം. അങ്ങനെ നോക്കി പാടിക്കുന്നതായിരുന്നു പണ്ട്. അതൊക്കെ നല്ലൊരു ഗുരുക്കന്മാരെ കിട്ടണത് ഒരു അനുഗ്രഹമാണ്.